ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും എവിടെയും എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഐസ് ക്യൂബ് എഫക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു തണുത്ത റൂമിലാണുള്ളത്. ആ റൂമിൽ ഒരു ടേബിളിൽ ഒരു ഐസ് ക്യൂബ് ഉണ്ട്. റൂമിൻ്റെ തണുപ്പ് എന്ന് പറഞ്ഞത് 25 ഡിഗ്രി സെൽഷ്യസാണ്. പിന്നെ അത് 26 ഡിഗ്രി ആക്കി, 27 ഡിഗ്രി ആക്കി, 28 ഡിഗ്രി ആയിട്ടും ഐസ് മെൽറ്റ് ആവുന്നില്ല. പിന്നെ 29 ഡിഗ്രി ആക്കി, 30, 31 ഡിഗ്രി ആയിട്ടും ഐസിന് ഒരു മാറ്റവും ഇല്ല. പക്ഷെ 32 ഡിഗ്രിയിൽ എത്തിയപ്പോൾ ഐസ് മെൽറ്റ് ആവാൻ തുടങ്ങി. ആ 1% മാറ്റം എല്ലാം മാറ്റി എന്നുള്ളതാണ്. എന്നാൽ മുമ്പുള്ള ഓരോ ഡിഗ്രി എന്ന് പറഞ്ഞതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് ബ്രേക്ക് ത്രൂവിനുള്ള പൊട്ടൻഷ്യലിനെയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഹാബിറ്റ്സും വർക്ക് ചെയ്യുന്നത്. ആദ്യമൊന്നും ഒരു പ്രോഗ്രസ്സും കാണില്ല. പക്ഷെ നമ്മളെടുക്കുന്ന ഓരോ എഫേർട്ടും അത് വെറുതെ ആവൂല. എഫേർട്ട് എന്ന് പറഞ്ഞത് ആക്ച്വലി ഐസിനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് 32 ഡിഗ്രി ആവുന്നത് വരെ നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ചെറുതായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയ എഫേർട്ടാണ് വലിയ മാറ്റങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്ന് ഓർക്കുക.